നമസ്കാരം. ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഫെബ്രുവരി 28-ന് മരണത്തിന്റെ വക്കോളം എത്തിയെന്ന് വെളിപ്പെടുത്തൽ. ന്യൂമോണിയ ബാധിതനായി 38 ദിവസം റോമിലെ ജെമലി ആശുപത്രിയിൽ കഴിയവേ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിന്റെ വക്കിലെത്തിയിരുന്നുവെന്ന് ഡോക്ടർ സെർജിയോ ആൽഫീരിയോസ് ആണ് വിശദീകരിക്കുന്നത്. ചികിത്സ നിർത്തി അദ്ദേഹത്തെ സമാധാനത്തോടെ മരിക്കാൻ വിടുന്ന കാര്യം ഡോക്ടർമാർ ആലോചിച്ചിരുന്നുവെന്നും ആൽഫിയോരി പറഞ്ഞു. ഇറ്റലിയിലെ കൊറിയറെ ഡെലാ സെറ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പായെ ചികിത്സിച്ച സംഘത്തിന്റെ തലവനായിരുന്ന ആൽഫിയേരി മനസ്സ് തുറന്നത്. ഛർദ്ദിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ വരുന്നത് പതിവായതോടെ മാർപ്പാപ്പ അതിജീവിക്കില്ലെന്ന് കരുതി. എന്നാൽ വർഷങ്ങളായി പാപ്പയ്ക്കൊപ്പമുള്ള നഴ്സ് മാസി മിലിയാനോ സ്ട്രാപ്പെറ്റി എല്ലാ വഴിക്കും ശ്രമിക്കൂ, കൈവിടരുത് എന്ന സന്ദേശം അയച്ചതോടെ സാധ്യമായ സകല ചികിത്സകളും മരുന്നുകളും നൽകി പരീക്ഷിച്ചു. വൃക്കകളും മജ്ജയും വരെ തകരാറിലാക്കാനുള്ള തീവ്രമായ മരുന്നുകളാണ് 88-കാരനായ പാപ്പയ്ക്ക് നൽകിയത്. വൈകാതെ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു. ന്യൂമോണിയ ബാധിച്ച 2 ശ്വാസകോശങ്ങളിലെയും അണുബാധ കുറഞ്ഞു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 10ാം നിലയിലെ മുറിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ വെള്ളക്കുപ്പായമിട്ട് വീൽചെയറിൽ പുറത്തേക്ക് നീങ്ങുന്ന മാർപ്പാപ്പയെ കണ്ട നിമിഷത്തിൽ താൻ വികാരാധീനനായെന്ന് ആൽഫിയേരി പറഞ്ഞു. ഞായറാഴ്ചയാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനിലേക്ക് മടങ്ങിയത്. 2 മാസം കൂടി അദ്ദേഹത്തിന് വിശ്രമവും ചികിത്സയും ആവശ്യമുണ്ട്. ഛർദ്ദിയെ തുടർന്നുള്ള ശ്വാസതടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മോശമാകാൻ ഇടയാക്കിയതെന്നും അന്നത്തെ രാത്രി അദ്ദേഹം അതിജീവിക്കില്ലെന്ന തോന്നലുണ്ടായെന്നും ഡോക്ടർ പറഞ്ഞു. ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ എത്തിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആശുപത്രി വിട്ട മാർപ്പാപ്പയ്ക്ക് 2 മാസത്തെ പരിപൂർണ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഏപ്രിൽ 8-ന് വത്തിക്കാനിലെ വസതിയിൽ ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും സന്ദർശകർക്ക് കർശന നിയന്ത്രണമുള്ള സാഹചര്യത്തിൽ ചാൾസ് രാജാവ് കൂടിക്കാഴ്ച ഒഴിവാക്കി. ഇതിനിടെ ഗസയിലെ ഇസ്രായേലി ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സംഭാഷണങ്ങൾ പുനരാരംഭിക്കാനും നിർണായകമായ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിൽ ഞാൻ ദുഃഖിതനാണ്. നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഉടനടി നിശബ്ദമാക്കണമെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഒരു നിശ്ചിത വെടിനിർത്തൽ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഗസയിലെ മാനുഷിക സാഹചര്യം വീണ്ടും വളരെ ഗുരുതരമായിരിക്കുകയാണ്. സംഘർഷത്തിലുള്ള കക്ഷികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര പ്രതിബദ്ധത ഇതിന് ആവശ്യമാണ്, അദ്ദേഹം പറഞ്ഞു. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും മാർപ്പാപ്പയ്ക്ക് 2 മാസത്തെ വിശ്രമം അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 14-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രി ചാപ്പലിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു ചിത്രം കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു. എല്ലാ ഞായറാഴ്ചയും സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ പൊതുവേദിയിലെത്തി വിശ്വാസികളെ അനുഗ്രഹിച്ചിരുന്ന മാർപ്പാപ്പ ഫെബ്രുവരി 9-നാണ് അവസാനം ഈ ചടങ്ങിൽ പങ്കെടുത്തത്. അതേസമയം ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രായേൽ നീക്കം. ഇസ്രായേൽ സംഘം അമേരിക്കയിലെത്തി പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യും.